കോപ്പൈലറ്റ്. മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു AI പവേർഡ് അസിസ്റ്റന്റ് ആണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മറുപടി തരുന്ന ഒരു സ്മാർട്ട് സിസ്റ്റമാണിത്. ഇത് ChatGPT പോലെ തന്നെ ഒരു കോൺവെർസേഷണൽ AI ടൂൾ ആണ്. എന്നാൽ ഇത് മൈക്രോസോഫ്റ്റിന്റെ പല ടൂളുകളുമായിട്ടും ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇനി കോപ്പൈലറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷന് വേണ്ടി കൃത്യമായ ആൻസറുകൾ കണ്ടെത്തി നമ്മളോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട് എന്ന് വിളിക്കുന്നതിന് പകരം ഒരു ഇന്റലിജന്റ് അസിസ്റ്റന്റ് എന്ന് വേണം വിളിക്കാൻ. ഇനി കോപ്പൈലറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പലരുടെയും സംശയം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറുകളിൽ ചെന്നിട്ട് copilot.microsoft.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സല്, അതുപോലെ തന്നെ പവർ പോയിന്റ്, ഔട്ട്ലുക്ക് പോലെയുള്ള ആപ്പുകളെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വർക്ക് ഈസിയാക്കാനും സാധിക്കുന്നുള്ളത് കോപ്പൈലറ്റിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ChatGPTയും ജെമിനിയും പോലെ തന്നെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് യൂട്യൂബ് സ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ കോണ്ടന്റ് റൈറ്റിംഗ്, ബ്ലോഗ്സ്, ക്യാപ്ഷൻസ് ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല എക്സൽ ഡാറ്റകളെ വളരെ ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമേജുകളെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമെയിൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടും എന്തിനേറെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഐഡിയാസ്, സജഷൻസ് വരെ നമുക്ക് ഈ ഒരു ടൂളിലൂടെ ലഭ്യമാകുന്നുള്ളതാണ്. ഇനി ഡെവലപ്പേഴ്സിനെ വളരെ ഈസി ആയിട്ട് കോഡ് എഴുതാനും അതുപോലെ തന്നെ അത് ഡീബഗ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതും കോപ്പൈലറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മാത്രമല്ല നല്ല ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ച് മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അത് നമ്മൾ ഈവൻ ChatGPT ആവട്ടെ, ജെമിനി ആവട്ടെ, ഏത് AI ടൂൾ ആവട്ടെ, പ്രോംപ്റ്റിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരികയുള്ളൂ. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ലേണിംഗ് ഈസി ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോപ്പൈലറ്റിന് ചില ലിമിറ്റേഷൻസും ഉണ്ട് എന്നുള്ളതാണ്. അതായത് കോപ്പൈലറ്റ് തരുന്ന എല്ലാ ആൻസറുകളും 100% ആക്യുറേറ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനെ നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്തായാലും ഫ്യൂച്ചറിൽ പല AI ടൂൾസും പല മേഖലകളിലും വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ഓട്ടോമേഷൻ ഇൻക്രീസ് ചെയ്യുകയും ജോബുകൾ ട്രാൻസ്ഫോം ആവുകയും എന്തിനേറെ AI സ്കിൽസ് അറിയുന്നവർക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നുള്ളത് വലിയൊരു സത്യമാണ്.